ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? സ്കൂളൊക്കെ തുറന്നിട്ട് കുറച്ച് ദിവസമായില്ലേ, പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ബുക്സൊക്കെ ഇട്ട് വെക്കുന്ന നല്ല അടിപൊളി ഒരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കിയാലോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെ ഇങ്ങനത്തെ ഒരു കുപ്പിയാണ് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബോട്ടിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് ഭംഗിൻ്റെ കുറവുണ്ടല്ല. അപ്പോൾ ഇതൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എലമെൻറ്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ ചട്ടയായിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. അപ്പോൾ പിങ്കും ബ്ലൂവും വരുമ്പോൾ നല്ലൊരു ക്യൂട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ ഞാനിതുപോലെ കുറച്ച് മേഘങ്ങൾ ക്ലൗഡ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഷേപ്പിലൊന്ന് വെട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് ജെൽ പെന്നാണ്. ഏത് പെന്നാലും കുഴപ്പമില്ല, കാരണം നമുക്ക് വരെയെല്ലാം നമ്മുടെ മുഖ്യം, നമുക്ക് ആ ഷേപ്പ് ഉണ്ടായാൽ മതി ഇവിടെ കേട്ടോ. അപ്പോൾ ഒരു ക്ലൗഡ്സിൻ്റെ ഷേപ്പിലൊരു 4-5 പീസ് നമുക്ക് ആ ഒരു സ്പേസിലോട്ട് എത്ര വേണം അതിനനുസരിച്ചിട്ട് വെട്ടുക. ഞാനിവിടെ ഒരു 4-5 പീസ് എങ്ങാണ്ട് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വരച്ച ആ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് വെട്ടിയാൽ എന്ത് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ കാണുമ്പോഴേക്ക് ഈ പിങ്ക് മാത്രം നമുക്കൊരു വൃത്തി തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഒന്നും കൂടെ അത് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പിങ്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും കൂടി ബ്ലാക്ക് കൊണ്ട് ആ ഒരു ഔട്ട്ലൈനിൽ ക്ലൗഡ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പീസസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ചട്ടയൊന്നുമില്ല, കളർ പേപ്പേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ പേജിലൊക്കെ നിങ്ങൾക്കിത് ഇങ്ങനെ ക്ലൗഡ്സ് ഉണ്ടാക്കിയെടുക്കാം. ബ്ലൂവും വൈറ്റും ആകുമ്പോഴും അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഇമോജിയാണ് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഇമോജിൻ്റെ സ്മൈലി ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബോക്സിൽ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഉണ്ടായിരുന്ന ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ റൗണ്ടിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അതിനൊരു കണ്ണുണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കണ്ണുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്തു, വൈറ്റ് പേപ്പറിൽ 2 കണ്ണുകൾ വരച്ചെടുക്കുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ടാബ്ലറ്റും കൂടെ എടുക്കണം കേട്ടോ. സോറി, ടാബ്ലറ്റ് അല്ല, ടാബ്ലറ്റിൻ്റെ കവറാണ് കേട്ടോ. ഇനി അച്ഛനും അമ്മയൊക്കെ ഗുളിക കുടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗുളിക കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഗുളിക കളഞ്ഞിട്ട് ഈ കവർ എടുക്കരുത് കേട്ടോ. കഴിഞ്ഞത് മാത്രം, ടാബ്ലറ്റൊക്കെ കുടിച്ച് കഴിഞ്ഞ കവർ മാത്രം എടുത്താൽ മതി. ആ കവർ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ണിന് വെച്ച് കൊടുക്കാം കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല വീഡിയോസിൽ നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ കണ്ണ് അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ എന്ത് ചെയ്യുക, ഈ പേപ്പറിൽ ഒട്ടിച്ച കണ്ണും ഈ ഒരു ഗുളികൻ്റെ കവറും കൂടെ ഒട്ടിച്ചിട്ട് രണ്ടും കൂടെ ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമോജിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ കണ്ണുണ്ടാക്കിയത്. കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് കേട്ടോ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്യൂട്ടാണ് കേട്ടോ, നമ്മൾ ടേബിളിലൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. വർക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ക്രാഫ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ട്രൈ ചെയ്യാം. ഇനി ഇതെല്ലാതും കൂടെ നമ്മുടെ ബേസിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഡബിൾ സ്റ്റിക്കാണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഡബിൾ സ്റ്റിക്ക് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഈ ഡെക്കോറിലേറ്റ്, അതായത് നമ്മുടെ ബുക്ക് ഹോൾഡറിലോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആദ്യം തന്നെ ആ ഇമോജി എടുത്തിട്ട് ഞാനൊരു കറക്റ്റ് സെൻറ്ററിലല്ല, എന്നാലും സെൻറ്ററിൽ പോലെയൊക്കെ ആക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തോട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. പിന്നെ ക്ലൗഡ്സ് അവിടെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് സിക്സാഗായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെട്ടി വെച്ച എല്ലാ ക്ലൗഡ്സും ഒട്ടിച്ചില്ല, ഞാൻ ആ സ്പേസ് നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു 4 ക്ലൗഡ്സിന് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. നമുക്ക് നല്ലൊരു അടിപൊളി ബുക്ക് ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നോട്ട്ബുക്സൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേബിളിൽ തന്നെ നല്ല ക്യൂട്ടായിട്ട് വെക്കാൻ പറ്റും ബുക്സൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു സാധനം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കേണ്ട, നമുക്ക് കാർഡ്ബോർഡ് ബോക്സിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്